തല്ലുമാലയ്ക്ക് ശേഷം ചെയ്യുന്ന ഗാലിദുർമാനായിട്ട് ചെയ്തിരുന്ന ഒരു ഫൈറ്റ് സിനിമ ബോക്സിംഗ് എന്താണ് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ? അല്ല, ഞാനും എല്ലാവരെ പോലെ തന്നെ ഞാനും ഇത് എങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തല്ലുമാല പോലൊരു സിനിമയല്ല, ഇത് വേറെ തന്നെ റഹ്മാൻ്റെ സ്റ്റൈൽ അറിയാമല്ലോ, എല്ലാ സിനിമയും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് സത്യത്തിൽ എനിക്കും അത്രയൊക്കെ തന്നെ അറിയാം. ആൾ തന്നെയാണ് ഇതിനകത്ത് കൂടുതൽ ഇപ്പോൾ ഫൈറ്റും കാര്യങ്ങളുണ്ട്, ബോക്സിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഡയറക്ഷനിലുള്ളൊരു അത് അല്ല, റഹ്മാൻ കാലൂടെ വർക്ക് ചെയ്യുക, റഹ്മാൻ കാലത്തിനോട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് എപ്പോഴും എല്ലാ ആക്ടേഴ്സിനും സന്തോഷമുള്ളതാണ്. അതുപോലെ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ 3ാമത്തെ സിനിമയാണ് തല്ലുമാല ഇപ്പോൾ ഈ പടം. അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയായി വരട്ടെ എന്നുള്ളത്. 3 മാസങ്ങളായി ബോക്സിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് ആ ഒരു ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് 3 മാസമായിട്ട് ഞങ്ങൾ എല്ലാ ആക്ടേഴ്സും എല്ലാ കാസ്റ്റ് എല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിലും ബോക്സിങ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറം സിനിമ എങ്ങനെ വരും ടോട്ടലി ഇതിൻ്റെ ഔട്ട്പുട്ടാണല്ലോ. ഇപ്പോൾ നമ്മൾ എന്താ സംസാരിക്കണം എന്നുള്ളതല്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിനു മുമ്പ് ചെയ്ത് തല്ലുമാല ഒരു ഫൈറ്റ് മൂവി തന്നെയാണ്, ഇതൊരു ഫൈറ്റും കാര്യങ്ങളും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഡിഫറൻ്റ്ലി വ്യത്യാസം ഉണ്ടാവും. എന്തായാലും വേറെ തന്നെ പരിപാടിയായിരിക്കും ഇത്. മറ്റെന്താണെന്ന് വെച്ചാൽ തല്ലുമാല ഒരു വേറെ സ്റ്റൈൽ ഓഫ് പരിപാടിയല്ലേ. അറിയാലോ, ഇതിപ്പോൾ ഞാനല്ല പറഞ്ഞത്, റഹ്മാനെ അറിയാലോ, എല്ലാവർക്കും അറിയണമല്ലേ. അവൻ്റെ എല്ലാ സിനിമകളും 4 സിനിമകളും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇത് വേറെ തരം സിനിമയായിരിക്കും. എന്നിട്ട് ഇതിലും ഫൈറ്റ് ഉണ്ട്. അത് ബോക്സിങ് തന്നെയാണ്, അമേച്ചർ ബോക്സിംഗ് ആണ് മെയിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്തായാലും ബാക്കി ഷൂട്ട് എടുക്കട്ടെ. താങ്ക് യു, എല്ലാവരും ഒരുപാട് നന്ദി. ഫസ്റ്റ് പടത്തിൽ നായികയായിരുന്നല്ലോ, ചേച്ചിയുടെ ഫസ്റ്റ് പടം അത് തന്നെയായിരുന്നല്ലോ. ഈ ഒരു പടത്തിൽ ഓൾ ദി ബെസ്റ്റ്. ഇല്ല, റഹ്മാൻ്റെ 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഹ്മാൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എനിക്കറിയാം. ഡിഫറെൻറ്റ് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഡയറക്ടറാണ്. ഇത്തവണ ഇതുവരെ ചെയ്യാത്തൊരു ജോണറാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഈസ് പ്രൊഡ്യൂസിങ്, ഈസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്. അപ്പം പിന്നെ മൊത്തം ടീം എനിക്കറിയുന്നത്, അഭിനയിക്കുന്നവർ മാത്രമാണ് കുറച്ച് പുതിയ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേട്ടെടുത്തോളം ദിസ് ഇസ് ഗോയിങ് ടു ബി ഫെന്റാസ്റ്റിക്. അടിപൊളിയാവട്ടെ, നന്നായി വരട്ടെ. ഇല്ല, അല്ലല്ല, വേറെ ഒരു കാറ്റഗറി ഓഫ് അങ്ങനെയാണ് കാസ്റ്റിംഗ്. ഞാൻ ആപ്റ്റ് അല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. കഥ കേട്ടു തമിഴാണ് അടുത്ത് ചെയ്യുന്നത്. ചേട്ടാ late.